ഹരേ കൃഷ്ണ. പ്രഭു, സെന്ററിലോട്ട് വരുത്തിയ പടം, എന്റെ പടം അത് പ്രഭു തന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, എനിക്ക് പറ്റത്തില്ല. അവിടെ നിന്നല്ലേ ചെയ്യണ്ടേ? അല്ല അല്ല അല്ല, പ്രഭുവാ ചെയ്യണ്ടേ. അതിനെന്താ ചെയ്യണം? പക്ഷെ ഇത് ഓക്കെയാണ് പ്രഭു, തുടങ്ങണം. കറക്റ്റ് ആണ്. തുടങ്ങാം. കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കണുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം രാധാമാധവ പാടാം. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദാനന്ദന ഭജ ജനരഞ്ജന, ജയ യമുനാ തീരാവനചാരി, യമുനാ തീരാവനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്, ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്, ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ്, ജയ ജയ രാധ മാധവ്, ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം, ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ്, ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്, ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം വായിക്കാം. പശ്യതാം പാണ്ഡവപുത്രാണാം ആചാര്യാമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. പശ്യതാം പാണ്ഡവപുത്രാണാം ആചാര്യാമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. വായിക്കുന്നുണ്ടോ? ഇല്ല പ്രഭു, പ്രഭു എന്നെ കണ്ടിന്യൂ ചെയ്യണം. പ്രഭു എന്നെ കണ്ടിന്യൂ ചെയ്യണം. ശരി. പശ്യതാം പാണ്ഡവപുത്രാണാം ആചാര്യാമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. അപ്പൊ ഇതിന്റെ ശബ്ദ അർത്ഥം നോക്കാം. ആചാര്യ ഗുരു, തവ അങ്ങയുടെ, ശിഷ്യേണ ശിഷ്യനായും, ധീമത ബുദ്ധിമാനായും ഇരിക്കുന്ന, ദ്രുപദപുത്രേണ ദ്രുപദപുത്രനാൽ, വ്യൂഢാം വ്യൂഹീകരിക്കപ്പെട്ട, മഹതീം മഹത്തായ, പാണ്ഡപുത്രാണാം പാണ്ഡപുത്രരുടെ, ഏതാം ക്ഷമം
ഈ സേനയെ പശ്യ കാണുക. ശീലാ പ്രഭുപാദർ ജിത്തിയെ വിവർത്തനവും ഭാവാർത്ഥവും. വിവർത്തനം: അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രൗപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഭാവാർത്ഥം: നയതന്ത്രജ്ഞനായ ദുര്യോധനന് സർവസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടേണ്ടിയിരുന്നു. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദ രാജാവുമായി ദ്രോണാചാര്യക്ക് രാഷ്ട്രീയ വൈരാഗ്യമുണ്ടായിരുന്നു. തൽഫലമായി ദ്രുപദ രാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രൻ ഉണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു. ഇതെല്ലാം ആചാര്യന് നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ധൃഷ്ടദ്യുമ്നനെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈനികാഭ്യാസത്തിന് അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്കറിയാവുന്ന ആയുധമുറകളെല്ലാം അദ്ദേഹം ധൃഷ്ടദ്യുമ്നനെ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ധൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സഹായിയാണ്. ദ്രോണാചാര്യരിൽ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു. ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായി ഇരിക്കണമെന്നുദ്ദേശിച്ചാണ് ദുര്യോധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത്. ദ്രോണാചാര്യരുടെ ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലെ ദാക്ഷിണ്യം കാണിക്കരുതെന്ന് ആണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത്. വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ. അത്തരമൊരു ദയാദാക്ഷിണ്യം പരാജയത്തിലെ കലാശിക്കുമെന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം തദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സഹഗണ ലളിതാ ശ്രീവിശാഖാനിവഞ്ചം. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒന്നുകൂടി പ്രണാമം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ കഴിഞ്ഞ ശ്ലോകങ്ങളും 2 ശ്ലോകം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭഗവത്ഗീതയുടെ ഓരോ അധ്യായത്തിൻ്റെയും ചുരുക്കം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ആരുമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നതെന്നും എവിടെ വെച്ചാൽ നടക്കുന്നതെന്നും ഒക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തില് കണ്ടു, ദുര്യോധനൻ തൻ്റെ ആചാര്യനായ ദ്രോണരുടെ അരികിൽ സത്യസ്ഥിതി അറിയിക്കാനായി ചെല്ലുന്നു. രാജാവാണെങ്കിൽ കൂടി ദുര്യോധന കാര്യവിവരവും മൂലം ദ്രോണാചാര്യനെ ചെന്ന് കാണേണ്ടി വന്നു. രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. ദുര്യോധനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ദുര്യോധൻ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് രണ്ട് സൈനിക ബൃന്ദങ്ങളും അഭിമുഖമായിട്ട് നിന്നിട്ടാണല്ലോ പണ്ടത്തെ യുദ്ധമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും നേതാക്കൾ യുദ്ധത്തിൽ എങ്ങനെ പടയെ സജ്ജീകരിക്കണമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവിടെ ദുര്യോധനന് അവിടെ യുവരാജാവാണെങ്കിലും ശരി,
അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടത് അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പല നായകന്മാരുമായിട്ട് ബന്ധപ്പെടുക, അവരുടെ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക, അത് നിവൃത്തീകരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ദുര്യോധനൻ ഇപ്പം ഇങ്ങനെ ഈ സൈനിക വ്യൂഹത്തിൻ്റെ അവിടെ വന്നിട്ടെല്ലാം നോക്കുന്നത്. അപ്പം നേർക്കുനേരെയുള്ള യുദ്ധങ്ങളായിരുന്നു, അല്ലെ ധർമ്മയുദ്ധമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നങ്ങനെ ധർമ്മയുദ്ധം ഇല്ല, യുദ്ധങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇവിടെയും ഇന്നും ആ പട്ടാളം എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഏത് രാജ്യത്തോടാണ് യുദ്ധം ചെയ്യേണ്ടത്, ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതും ഈ യുദ്ധത്തിൻ്റെ മേലധികാരിക്ക് അതൊക്കെ ചുമതലയുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഗ്രൂപ്പുകളുണ്ട് ഇന്നും. ആ മറ്റ് സൈനികരുടെ ആ എതിർ ഗ്രൂപ്പിലുള്ളതിൻ്റെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പണ്ടും നടന്നുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ ദുര്യോധനന് ഏതായാലും അദ്ദേഹത്തിൻ്റെ ദ്രോണാചാര്യരുടെ മേലും ചെറിയൊരു സംശയം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം. കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അർജുനൻ, എതിർകക്ഷിയിലാണ് നിൽക്കുന്നത്. അർജുനനും ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നനും ഈ ദ്രോണാചാര്യരുടെ ശിഷ്യനാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവര് എന്തെങ്കിലും യുദ്ധത്തിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ? അത് തന്നെയല്ല, ഈ ദൃഷ്ടദ്യുമ്നനെ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി, അതായത് ആയുധകല പഠിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം മറ്റ് മുൻപുണ്ടായ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ഗുരു എന്നുള്ള നിലയിൽ ദൃഷ്ടദ്യുമ്നന് ഈ യുദ്ധ തന്ത്രജ്ഞമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും നമ്മുടെ ഈ ദുര്യോധനന് ഒരു വിചാരമുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് ചോദിക്കുന്നത്. അപ്പൊ അതുപോലെ ഇതിനകത്ത് ഈ ശ്ലോകത്തിൽ പറയുന്നത് ആ പാണ്ഡവരുടെ സൈന്യത്തെ സജ്ജീകരിച്ചിരിക്കുന്ന ദൃഷ്ടദ്യുമ്നനെയും അതുപോലെ ദുര്യോധനന്റെ സൈന്യത്തിൻ്റെ വിപുലീകരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് ദ്രോണരോട് സംസാരിക്കുന്നത്. ഭാവാർത്ഥത്തിൽ പറയുന്ന നയതന്ത്രജ്ഞനായ ദുര്യോധനന് സർവസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്തിരുന്ന തെറ്റാണെന്ന് പിന്നീട് പറയാം. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദരാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയമായൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. അതറിയാമോ എല്ലാവർക്കും? എന്താണ് വൈരാഗ്യം ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടായിരുന്നു വൈരാഗ്യം തമ്മിലുണ്ടായിരുന്നത്? ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയൂ അങ്ങനെ കാര്യം എന്താ സംഭവം എന്നുള്ളത്? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഈ ദ്രുപദനും ദ്രോണരും ഒരേ ഗുരുവിന്റെ കീഴിലാണ് വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്നത്. ഭരദ്വാജ മുനിയുടെ ശിഷ്യൻ, ഭരദ്വാജന്റെ ശിഷ്യനായിരുന്നു ഈ ദ്രുപദൻ. അതുപോലെ തന്നെ ദ്രോണ ഭരദ്വാജന്റെ മകനുമായിരുന്നു. അപ്പൊ അവരെല്ലാം ഗുരുകുലത്തിൽ വന്നുള്ള പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ഈ ഒരേ ഗുരുവിന്റെ കീഴിൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട്, അതായത് ഈ നമ്മുടെ ആയുധകലയെ പറ്റി അത് തന്നെ ഗുരുകുലത്തിൽ അങ്ങനെ പഠിക്കേണ്ട വ്യവസ്ഥകളെല്ലാം ഉണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടും കൂടെ വളരെ സുഹൃത്തുക്കളായിരുന്നു. ആര്? ദ്രോണരും അതുപോലെ തന്നെ ദുര്യോധനും കൂട്ടുകാരായിരുന്നു. അപ്പൊ വളരെ ഫ്രണ്ടായി വളരെ ചങ്ങാതിയായിരുന്നു രണ്ടു കൂട്ടരും തമ്മിൽ. അപ്പൊ അത് ഈ ദ്രുപദൻ എന്ന് പറയുന്നത് അടുത്ത രാജ്യത്തെ പാഞ്ചാല രാജ്യത്തെ രാജാവിന്റെ പുത്രനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേറെ ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു. യജ്ഞസേനൻ എന്നായിരുന്നു പഠിക്കുന്ന സമയത്തുള്ള പേര്. അപ്പൊ അവർ രണ്ടും കൂടെ വളരെ സുഹൃത്തായിരുന്നു. അപ്പൊ ഈ ദ്രോണരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ,
ഞാൻ അടുത്ത ഈ പഠിത്തമെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ രാജാവാക്കാതെ വാഴിക്കും. നീ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയാസം വിദ്യാഭ്യാസം കഴിഞ്ഞ് പോയിട്ടുണ്ടായാണ് എന്നെ ഒന്ന് കാണണം, എൻ്റെ അടുത്ത് ഇരിക്കണം, എൻ്റെ നിന്നും അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തു നിന്നുള്ള പണം നിനക്ക് ആവശ്യത്തിന് ഞാൻ തരാം, അതൊക്കെ കൊണ്ട് നിനക്ക് സുഖമായി ജീവിക്കാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ അവിടെ വെച്ച് നടത്തിയിരുന്നു. ഇതുപോലെ സുധാമാവും കൃഷ്ണനും ഇതുപോലൊരു സ്നേഹിതരായിരുന്നു. ആ കഥ അറിയാമല്ലോ. അപ്പൊ അതേമാതിരി ഇവര് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പരസ്പര ധാരണയിലെത്തി പറഞ്ഞിട്ട് പോയിരുന്നു. പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ രണ്ടു കൂട്ടരും രണ്ട് വഴിക്കോട്ട് പോയി. എന്തായാലും ദ്രുപദൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുകയും അദ്ദേഹം ആ പാഞ്ചാല രാജ്യത്തെ രാജാവായി തീരുകയും ചെയ്തു. എന്നാൽ ഇവിടെ ദ്രോണറെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചിട്ട് അശ്വത്ഥമാവ് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിക്ക് സംരക്ഷണം നടത്തുന്നതിന് തക്ക യാതൊരു സൗകര്യവും അദ്ദേഹത്തിനില്ലായിരുന്നു. പാല് കൊടുക്കാൻ പണമില്ലായിരുന്നു, പശുവിനെ വാങ്ങിക്കാൻ പണമില്ലായിരുന്നു, പശുവിനെ കിട്ടിയില്ല, വളരെ കാലം കൊണ്ട് തിരക്കിട്ടു. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം ബുദ്ധിമുട്ടി നടക്കുന്ന സമയത്ത് ഈ അശ്വത്ഥമാവിനെ കൂട്ടുകാരെല്ലാം കളിയാക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹത്തിന് ചില പാലിന് പകരം വേറെ ഏതോ അരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അത് ഇല്ല. ഇതിലൊക്കെ കഴിഞ്ഞിട്ട് അശ്വത്ഥമാവന അല്ല ഈ ദ്രോണർ ദ്രുപദന്റെ രാജകൊട്ടാരത്തിലെത്തുന്നു. കുട്ടികളും അശ്വത്ഥമാവും ഭാര്യ എല്ലാവരും കൂടാണ് ചെല്ലുന്നത്. അപ്പൊ കഴിഞ്ഞ ആ വിദ്യാഭ്യാസ സമയത്ത് പറഞ്ഞ ആ ധാരണ അദ്ദേഹം പാടെ മാറ്റിക്കൊണ്ട് ഇത് എങ്ങനെ കുട്ടിക്കാലത്ത് നമ്മൾ എന്തെല്ലാം പറയും, അതിനെപ്പറ്റി നീ ചിന്തിക്കേണ്ട കാര്യമല്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കളിയാക്കി വിടുന്നു. അപ്പം ബ്രാഹ്മണനായ ദ്രോണർ അതെല്ലാം സഹിച്ചുകൊണ്ട് തിരിച്ച് തൻ്റെ രാജ്യത്ത് വരികയും പിന്നെ ഒരുപാട് വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു യാദർച്ഛികമായിട്ട് നമ്മുടെ ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരുടെ ഗുരുവായിട്ട് അവിടെ എത്തിച്ചേരും. അപ്പൊ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈ ദ്രുപദന് ഏത് വിധേനയും ഒന്ന് ശരിയാക്കണമെന്നുള്ളത്. അതായത് ഇത്തരൊക്കെ ചതി കാണിച്ചതിന് അതിന് ശിക്ഷ കൊടുക്കണമെന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ കൂടി അദ്ദേഹം രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസം എല്ലാം നടത്തി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം കിട്ടി. ആ രാജകൊട്ടാരത്തിൽ തന്നെ സൗകര്യം ഉണ്ടായി. കൃപി എന്ന് പറയുന്ന ദ്രോണാചാര്യ കഴിച്ച ഭാര്യയുടെ പേരാണ് കൃപി. അപ്പൊ അങ്ങനെ ആ കുട്ടി അവരങ്ങനെ സുഖമായിട്ട് കഴിയുന്ന സമയത്ത് ഈ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവരുടെ ടെസ്റ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അപ്പൊ ആ സമയത്ത് ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടൊക്കെ പറയുന്നു. കൗരവന്മാരൊക്കെ പോകുന്നു, പക്ഷേ തോറ്റിട്ട് പോരുന്നു, പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അർജുനൻ പോകുന്നു, അർജുനൻ പിടിച്ചോണ്ട് വരുന്നു. അങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ട് ഇതിന്റെ പകരം വീട്ടാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അർജുനനെ ഉപയോഗിച്ചുകൊണ്ട് ദ്രുപദരാജന്റെ രാജ്യം ആക്രമിക്കുന്നു ദ്രോണർ. അങ്ങനെ ദ്രുപദന്റെ പകുതി രാജ്യം കീഴടക്കുകയും പിന്നീട് അദ്ദേഹത്തിന് അതിന്റെ അധിപതിയായിട്ട് അവിടെ രാജ്യം ഭരിക്കുകയും ചെയ്തു. ആ ഒരു വൈരാഗ്യം അന്ന് മുതൽ ഈ ദ്രുപദന് ദ്രോണറുണ്ട്. അപ്പൊ ആ കാര്യം അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വൈരാഗ്യം ദ്രോണർ കൊണ്ടെന്ന് പറയുന്നത്. തെറ്റുകളെ ചൂണ്ടിക്കാട്ടേണ്ടിയിരുന്നു. അതുകൂടെ അതിനുശേഷം ഈ ദൃഷ്ടദ്യുമ്നൻ, അതായത് ദ്രുപദന്റെ പുത്രൻ, അദ്ദേഹം യാഗം നടത്തി 2 മക്കളുണ്ടായി. ഒന്ന് പാഞ്ചാലിയും അതുപോലെ തന്നെ അതായത് ദ്രൗപദിയും ദൃഷ്ടദ്യുമ്നും ഉണ്ടാകുന്നു. ആ ദൃഷ്ടദ്യുമ്നൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ദ്രോണരെ വധിക്കാൻ കഴിവുള്ള ഒരു ആൺകുട്ടി ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ യജ്ഞം നടത്തുന്നത്. അങ്ങനെ അതിലുണ്ടാകുന്നതാണ് ദൃഷ്ടദ്യുമ്നും അതുപോലെ ദ്രൗപദിയും. ദൃഷ്ടദ്യുമ്നൻ അവിടെ വളരുന്നു. ആ പാഞ്ചാലിയെ അർജുനൻ വിവാഹം കഴിക്കുന്ന പാണ്ഡവന്മാരുടെ ഭാര്യയായിട്ട് അവർ വരുന്നു. അങ്ങനെ അവിടെ വരുന്നുണ്ട്.
അപ്പം ഈ ദൃഷ്ടദ്യുമ്നൻ ആണ് ഇവിടെ പാണ്ഡവ സൈന്യത്തെ നയിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്ന ആ പട്ടാളത്തിന്റെ ആ വ്യൂഹത്തെ കണ്ടിട്ട് നമ്മുടെ ദ്രോണാചാര്യരോടെ ഈ ദുര്യോധനൻ പറയുകയാണ് ഇങ്ങനെ എന്താണ് അതിന്. അപ്പം പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അന്ന് ദ്രോണാചാര്യരെടുത്ത് ഈ ദൃഷ്ടദ്യുമ്നൻ പഠിക്കാൻ വന്നപ്പം അദ്ദേഹത്തോടെ പഠിപ്പിക്കാതിരുന്നെങ്കിൽ ഇപ്പൊ അയാൾ ഇങ്ങനെ വരുമായിരുന്നോ? ഇപ്പൊ ആ പഠിപ്പിച്ചതിന്റെ ഗുണമല്ലേ? നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർക്കാതെ ആ കുട്ടിയെ പഠിപ്പിച്ചതിന്റെ കുഴപ്പം കൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഈ അയാള് എതിർ സ്ഥാനത്ത് വന്ന് ഇങ്ങനെ പാണ്ഡവരുടെ സൈന്യത്തിൽ നമ്മളെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. അത് തെറ്റായിപ്പോയി എന്നുള്ള കാര്യം ദുര്യോധനൻ ദ്രോണരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇനിയും തെറ്റ് വരാതിരിക്കാൻ വേണ്ടി മുൻകരുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഇനിയും തെറ്റെന്ന് പറഞ്ഞാൽ അർജുനനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തും ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. എതിർകക്ഷി യുദ്ധം ചെയ്യാൻ വരുമ്പോ നീ എന്തെങ്കിലും കാലത്ത് എനിക്കെതിരായിട്ട് ദ്രോണർക്കെതിരായിട്ട് ആ ശിഷ്യൻ യുദ്ധത്തിന് വരികയാണെങ്കിൽ, അതായത് അർജുനൻ യുദ്ധത്തിന് വരികയാണെങ്കിൽ നീ മടിച്ചു നിൽക്കേണ്ട, യുദ്ധം ചെയ്തോളൂ. കാരണം നീ എൻ്റെ ശിഷ്യനാന്ന് വിചാരിച്ച് നീ ഒരു വിധത്തിൽ എന്നോട് യുദ്ധം ചെയ്യാതിരിക്കരുതെന്നൊക്കെ ഉള്ളൊരു എഗ്രിമെന്റ്, അതായത് ഒരു വാഗ്ദാനം നമ്മുടെ ദ്രോണർ അർജുനനോട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇനിയും ഇയാൾ ഈ ദൃഷ്ടദ്യുമ്നനും വല്ലതും കൈ കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ആ ഒരു വിചാരം വെച്ചിട്ട്, ശിഷ്യന്മാരുള്ള വിചാരം വെച്ചിട്ട് യാതൊരു വിധത്തിലും നമ്മുടെ ഈ യുദ്ധത്തിൽ ഒരു ദൈന്യതയും കാണിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ദുര്യോധനൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതാണ് പറയുന്നത്, ദ്രുപദരാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലായല്ലോ എന്താ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. തൽഫലമായി ദ്രുപദ രാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണപുത്രരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രൻ ഉണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു. ഇതൊക്കെ ഞാൻ പറഞ്ഞതാ ഇപ്പൊ തന്നെ, അത് പുസ്തകത്തിൽ ഒന്നുകൂടെ വായിക്കാൻ. ഇതെല്ലാം ആചാര്യനെ നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈനികാഭ്യാസത്തിന് അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്ക് അറിയാവുന്ന ആയുധമുറകളെല്ലാം അദ്ദേഹം ദൃഷ്ടദ്യുമ്നന് പഠിപ്പിച്ചു കൊടുത്തു. ഈ കാര്യമാണ് ദുര്യോധനൻ ഒരു സംശയകരമായിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ദ്രോണർ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യരുതായിരുന്നു, ഇനിയും വേണ്ട, അങ്ങനെ തെറ്റ് വരാൻ പാടില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ദ്രോണരോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും കരുതലായിട്ടിരിക്കണം, ഇങ്ങനെയുള്ള ബ്രാഹ്മണ സ്വഭാവം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സഹായിയാണ്. ദ്രോണാചാര്യരിൽ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു. അപ്പൊ യുദ്ധത്തിന് മുമ്പേ അത് ആ സൈന്യങ്ങളെ എങ്ങനെ നയിക്കണം എന്നുള്ള ഒരു സംവിധാനം ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിരീക്ഷിക്കാനാണ് രാജാവായ ദുര്യോധനൻ അവിടെ എത്തുന്നത്. അപ്പൊ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ തുടർന്നു വന്നു, ഇനി 3-ാം ശ്ലോകത്തിൽ തുടർന്നു. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ആ ചെക്കപ്പ്, അതായത് പരിശോധന, നിരീക്ഷണം, അതാണ് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന് പറയുന്നത്. സൈന്യം എങ്ങനെ നിൽക്കുന്നു, ഉഷാറായിട്ടിരിക്കുന്നു എല്ലാവരും, അതോ അവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർ കാണിച്ചിരിക്കുന്ന ആ സജ്ജീകരണങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് നേതാവായ ഇദ്ദേഹം വന്ന് ചെക്ക് ചെയ്തിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ദ്രോണാചാര്യരെയും ഒന്ന് ഉത്തേജനം ചെയ്യാൻ വേണ്ടിയിട്ട് ദുര്യോധൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായി ഇരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദുര്യോധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത്. ദ്രോണാചാര്യരുടെ ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്ന് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നു. ദ്രോണര് അവിടെ നേതൃത്വത്തെ വിട്ടിട്ടുണ്ടെങ്കിലും ശരി,
ദുര്യോധന ദ്രോണരുടെ ഒരു ചെറിയ സംശയം, അതുപോലെ ഈ അവരുടെ ദ്രോണരുടെ ശിഷ്യന്മാരായിരുന്നല്ലോ ഇവരൊക്കെ തന്നെ, പാണ്ഡവരും ഒക്കെ പാണ്ഡവർ. അപ്പം ആ പാണ്ഡവരോട് പ്രത്യേകിച്ചും ദ്രോണർക്ക്, അത് പ്രത്യേകിച്ചും അർജുനനോട് ദ്രോണർക്ക് വലിയൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒന്നും വിട്ടുവീഴ്ചകൾ യുദ്ധത്തെ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഈ ദുര്യോധനൻ. ശിഷ്യ അർജുന അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ. അത്തരം ഒരു ദയാദാക്ഷിണ്യം പരാജയത്തിലെ കലാശിക്കുമെന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയാണ് ഈ ശ്ലോകത്തിന്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് നോക്കാം ഈ കുരുവംശം. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നേരത്തെ ആരെങ്കിലുമൊക്കെ കുരുവംശം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും, ഈ കുരുവംശത്തിന് കുരുക്കൾ, കൗരവരെ കുരുക്കൾ എന്നും പാണ്ഡവരെ പാണ്ഡവർ എന്നൊക്കെ വിളിക്കാനുള്ള കാര്യം എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുരുവംശം ഉത്ഭവിക്കുന്നത് കുരുവംശ പരമ്പരയിൽ നിന്നാണ്. കുരു എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് കുരു അതിൻ്റെ പിൻഗാമിയായിട്ട് വരുന്നുണ്ട്. അതില് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും മകനായിട്ട് ഭരതൻ. ആ ഭരതന് ശേഷം ഉണ്ടായവരാണ് ഈ കുരുവൊക്കെ. കുരുവിന്റെ പരമ്പരയാണ് കുരുവംശരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ പാണ്ഡവരും കൗരവരും രണ്ടു കൂട്ടരും കുരുവംശരാണ്. പക്ഷെ പാണ്ഡവരെ പാണ്ഡുപുത്രന്മാരെന്നും മറ്റേ കൗരവരെ കുരുവംശരും എന്നാണ് പറയുന്നത്, കുരുക്കൾ എന്നും പറയുന്നു. കാരണം അതിൻ്റെ സന്തതി പരമ്പര ഇവിടെ തുടങ്ങുന്നത് ദുഷ്യന്തന്റെ കാലം മുതലാണ്. ദുഷ്യന്തനെ അറിയാവുള്ളൂ. ദുഷ്യന്തൻ അല്ല, ദുഷ്യന്തനല്ല, മറന്നുപോയി. ശന്തനു മഹാരാജാവിന്റെ കാലം മുതൽ ആണ് ഈ കുരു പരമ്പരയുടെ നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ മഹാഭാരത യുദ്ധത്തിന്റെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിലുണ്ടായ പുത്രനായിരുന്നു ഗംഗാദത്തൻ, അതായത് ഭീഷ്മർ. പിന്നെ അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിക്കുന്ന സത്യവതിയെ കല്യാണം കഴിക്കുമ്പോൾ അതിൽ വിചിത്രവീര്യനും 2 കുട്ടികളുണ്ടാകുന്നു. ചിത്രാംഗതനും വിചിത്രവീര്യനും 2 പേരുണ്ടായിരുന്നു. അപ്പൊ അവരെ 2 പേരെയും കല്യാണം കഴിപ്പിക്കുന്നുണ്ട് ഭീഷ്മ പിതാമഹൻ, അതായത് ഭീഷ്മർ. കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല. ചിത്രാംഗതൻ ഗന്ധർവ രാജാവിനാൽ വധിക്കപ്പെടുന്നു. വിചിത്രവീര്യൻ കല്യാണം കഴിച്ച് കുറച്ചാൾ രാജ്യഭാരമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ശരിയായ പുള്ളി അല്ലായിരുന്നു. അതുകൊണ്ട് ആ കാലത്തിൽ മരണമടയുന്നു. അങ്ങനെ 2 കൂട്ടരും അമ്പയെ പറഞ്ഞ അവരുടെ സഹോദരിമാര് അംബാലിക, അംബിക, ഇങ്ങനെ 3 പേരായിരുന്നു. അതിൽ 2 കുട്ടികളെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നെങ്കിലും കുട്ടികൾ ഉണ്ടാകുന്നില്ല. അതിനുശേഷം സത്യവതിയുടെ പുത്രൻ പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസദേവനാൽ ഇവിടെ ഇവർക്ക് 2 പേർക്കും കുട്ടികളുണ്ടാകുന്നു. അതാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും. അങ്ങനെ അതിനുശേഷം ഇവരുടെ അവിടെ ജോലിയൊക്കെയായിട്ട് നിന്ന ഒരുത്തിക്ക് ഇവിടെ ഒരു കുട്ടി ഉണ്ടാകുന്നത് വിതുരനായിട്ട് അറിയപ്പെടുന്നു. ഇങ്ങനെ ആ വംശത്തെയാണ് ധൃതരാഷ്ട്രയുടെ മക്കളെ കുരു എന്നും പറയുന്നു. മറ്റേ കുന്തിയുടെയും പാണ്ഡുവിൻ്റെയും മക്കളെ പാണ്ഡവർ എന്നും പറയുന്നുണ്ട്. പക്ഷെ പറയാൻ കാരണം ഈ കുന്തിയുടെ മക്കളൊക്കെ തന്നെ ദേവന്മാരുടെ മക്കളാണ്. അതുകൊണ്ട് അവരെ പാണ്ഡവർ എന്ന് പറയുന്നു. മറ്റേ ഇതെല്ലാം ധൃതരാഷ്ട്രം, മറ്റേത് നേരെ, അതായത് ധൃതരാഷ്ട്രന്റെ മക്കളെ കുരുക്കൾ എന്നും പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് കുരുവംശം എന്നവർക്ക് പേരുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ അവർ തമ്മിലുള്ള കുടുംബ വഴക്ക് ആണ് ഈ മഹാഭാരതം യുദ്ധം ഉണ്ടാകാൻ കാര്യം. ശ്രീകൃഷ്ണ ഭഗവാൻ ആ സമയത്ത് വരികയും
ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ചേരുകയും അതുപോലെ തന്നെ ഒരു ഭാഗം കൃഷ്ണ ഭഗവാന്റെ സൈന്യങ്ങളെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അത് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായി. കുരുക്ഷേത്ര യുദ്ധം, ആ കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കുരു രാജാവ് വന്നിട്ട് പ്രത്യേകിച്ച് അവിടെ ഒരു യാഗം നടത്തുകയൊക്കെ ചെയ്തതിനാണ് കുരുക്ഷേത്രം എന്ന് പറയാൻ അവിടെ പേര് കിട്ടിയത്. ഇതൊക്കെയാണ്. ഹരേ കൃഷ്ണ, നിർത്താം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നിർത്തിയാക്കട്ടെ. ഓ പ്രഭു, ഇടയിൽ ഡിസ്റ്റർബൻസ് ആയിപ്പോയി. സോറി പ്രഭു, അത് മാതാജി അറിയാതെ മൈക്ക് അൺമ്യൂട്ട് ആയി പോയതാ. പ്രഭു കഴിഞ്ഞോ പ്രഭു? ക്ലോസ് ചെയ്തോ? ക്ലോസ് ചെയ്യാം. ഇനിയിപ്പം മറ്റു പഴയ കാര്യങ്ങൾ ഇതിനകത്ത് ഇത്ര ഈ ശ്ലോകത്തോടെ ബന്ധപ്പെട്ട ഇത്രയൊക്കെ മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മറ്റേ കഥ ഇങ്ങനെ ഒരുപാട് കഥയുണ്ട് പറയാൻ. അത് വേണ്ട. മഹാഭാരതം. ശരി മാതാജി, മതി മതി. താങ്ക് യു ബ്രോ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എന്താ പറഞ്ഞു? പ്രഭു വളരെ നന്ദി പ്രഭുജി. താങ്ക് യു ഫോർ ദ ക്ലാസ്. ഹരേ കൃഷ്ണ പ്രഭുജി. നന്ദി പ്രഭുജി, നന്ദി. ഇതിനകത്ത് അതൊക്കെ ഉള്ളു പറയാനല്ലേ, വേറെ ഒന്നും തുടങ്ങിയിട്ടില്ല. സൈന്യ നിരീക്ഷണമായിരുന്നു. എന്താ പറയാന്? നന്നായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിരുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു ഞാൻ വിളിച്ചതിൽ ക്ലാസ് എടുക്കാൻ. ഹരേ കൃഷ്ണ. വെൽക്കം, വെൽക്കം. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, ക്ലോസ് ആയിട്ടാ പ്രഭു? ഈ സെന്ററിൽ വരാത്ത എന്താ പ്രഭു? എന്റെ ഫോട്ടോ പ്രഭു അന്ന് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. കഥാമൃത പ്രഭു സ്ഥലത്തില്ലായിരുന്നു പ്രഭു. അതല്ല, ഇപ്പൊ നമ്മുടെ ഈ സ്ക്രീനില്ലേ, അത് പ്രഭു ഒന്ന് സൂം ചെയ്ത് നോക്കണം. ഇല്ല, അത് എനിക്കൊന്ന് അവിടുന്ന് മാതാജിയുടെ പ്രശ്നമാണ്.